എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച അബുദാബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ചേട്ടൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. നമ്മളൊരു ഷോപ്പിങ്ങിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള കുക്കിങ്ങിനായിട്ട് ഉള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇത് അതിൻ്റെ കുറച്ച് പ്രീവിയസ് ഡേയ്സിൽ എടുത്ത വീഡിയോസൊക്കെയാണ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ്. അതായത് ആദ്യമായിട്ട് നമ്മൾ ഗൾഫിലേക്ക് പോകുന്നതിന് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ പല തവണയായിട്ടാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിച്ചു. ഒന്നാമത് ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോയിലൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2-3 തവണയായിട്ട് പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് മുഖം കഴുകാൻ പോയത് എൻ്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞ കുളമായി. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഈ പപ്പി കിടന്ന് വലിയ ലഹളയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളവളെ പിടിച്ച് പൂട്ടിയിട്ട്, എന്തായാലും അവൾക്കറിയാം നമ്മളെവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവളെ തുറന്നു വിടും. അവളങ്ങനെ പൂട്ടിയിടാറൊന്നുമില്ല കേട്ടോ, ഒക്കെ ഇഷ്ടമല്ല കൂട്ടി കിടക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങി വിറകിയൊക്കെ നടക്കണം. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഓട്ടോ മാമൻ. പുള്ളിയാണ് നമ്മൾ സ്ഥിരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. പുള്ളിയുടെ കൂടെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. പുള്ളി അവൈലബിൾ ആയിട്ടില്ലാത്ത സമയത്ത് നമ്മൾ വേറെ വണ്ടിയൊക്കെ വിളിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ഇനി കൊല്ലം പോവാണ്. കൊല്ലത്ത് ചെന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ കടപ്പാക്കട വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നൈറ്റിയൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മുടെ ഒരു ഫ്രോക്ക് നൈറ്റി ഇല്ലേ, ആ ടൈപ്പ് 1-2 കുറച്ച് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒത്തിരി വർഷം മുമ്പേ ഉള്ള കടയാണെന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഒക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് കറക്റ്റ് അളവിൽ എന്ത് ഡ്രസ്സായാലും, അത് നൈറ്റ് ഡ്രസ്സായാലും അല്ലാതെ ഇടുന്നതായാലും എല്ലാം കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അവിടെ ഡിസ്പ്ലേയിലൊക്കെ ഇട്ടിരുന്നതൊക്കെ നല്ല അടിപൊളി കളറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ കയറിയത്. നേരത്തെ ഇതുവഴി അമ്പലത്തിലൊക്കെ പോയ സമയത്ത് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് വിശദമായി പരിശോധിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ ഒരേ പാറ്റേണിലുള്ളൊരു 3 കളർ ഉണ്ടായിരുന്നു. പച്ചയും ഈ ഒരു ആഷ് കളറും പിന്നെ ഒരു ബ്രൗൺ കളറും. അപ്പോൾ അത് ബ്രൗണും ആഷും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരുപോലത്തെ ഡിസൈൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ പച്ച ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിയിൽ ഇങ്ങനെ ഫ്രില്ല് വരത്തില്ലേ, ഈ ഒരു ബോട്ടം പോർഷനിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രോക്ക് നൈറ്റി. പിന്നെ ഈ കയ്യിലൊക്കെ ഇങ്ങനെ ഡിസൈൻ പോലൊക്കെ വരുന്നത്. അല്ലാത്തുള്ള നൈറ്റികളും കാര്യങ്ങളൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ എനിക്ക് അമ്മമാരിടുന്നത് ഇഷ്ടമല്ല. എനിക്ക് എന്തോ ഒരു നൈറ്റിയോടൊരു വിരക്തിയുള്ള ഒരാളാണ്. അപ്പോൾ ഈ 4 കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ലാസ്റ്റ് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര, ഈ 4 ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇലാസ്റ്റിക് ടൈപ്പിലൊക്കെ വരുന്നതാണ് കേട്ടോ. അതിൽ ആകെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി ഇനി ഓട്ടോ വിളിക്കാനും പിന്നെ ഈ വെയിലായിട്ട് നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറി. അടുത്ത ബസ്സിൽ കയറി നമ്മളിനി നേരെ പോകുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിനി നേരെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ചെല്ലാം. അവിടെ ചെന്നിട്ട് നമുക്ക് പപ്പിക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അവിടെ അദ്ദേഹത്തിങ്ങനെ പൂടയൊക്കെ പൊഴിയുകയും ഒക്കെ ചെയ്യുന്നതിനാണെങ്കിൽ, അപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു മൃഗാശുപത്രിയിൽ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് എന്തോ മെഡിസിനും അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അവിടുത്തെ ഷോപ്പിലൊന്നും കിട്ടത്തില്ല. ഇവിടെ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഷോപ്പിൽ ചോദിച്ച് കിട്ടും. അവിടെ എന്തോ ഒരു ഫർഹവനോ അങ്ങനെ എന്തോ ഒരു ഷോപ്പിലാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അവിടെ ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് നമ്മളിങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള സിറപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഒത്തിരി പൂട പൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ക്ലൈമറ്റിൻ്റെ ആണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് കൊടുത്തതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേ കടയിലെത്തി. നല്ല ചൂടാണ്. നമ്മൾ നല്ലതായിട്ട് വിയർത്തൊലിച്ചാകെ കരിവാളിച്ച് പോയി. ഉച്ച സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. നമ്മൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചായത്. പിന്നെ ഓരോന്നൊക്കെ എഴുത്തും പിടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. അപ്പോൾ അതേ ഉച്ച സമയമായതുകൊണ്ട് നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇനി ഡ്രസ്സ് എടുക്കാനുണ്ട്, അതുപോലെ തന്നെ പെട്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ തുഷാര എന്നാന്ന് തോന്നുന്നു ഒരു റെസ്റ്റോറൻറ്റ്. ഞാൻ കൊല്ലത്ത് വന്നിട്ട് കുറച്ചെല്ലാം ആയിട്ടുള്ളൂ. അപ്പം അമ്മയൊക്കെ നേരത്തെ തൊട്ടേ പോയി പരിചയമുള്ളവരാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ കയറി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്തു. അമ്മയ്ക്ക് അത്ര ബിരിയാണിയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ, ചോറാണ് ഇഷ്ടം. എൻ്റെ അമ്മയ്ക്ക് അതുപോലെ തന്നെ. പക്ഷേ എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബിരിയാണിയാണ്, ഭയങ്കര ബിരിയാണി ലവറാണ്. അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ അമ്മയ്ക്ക് ചോറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഒത്തിരി ഡിലേ ഒന്നുമില്ലായിരുന്നു കേട്ടോ. സാധാരണ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ താമസിച്ച് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കഴിച്ചിട്ട് ഇറങ്ങി. നല്ല അടിപൊളി വെയിൽ, നല്ലതായിട്ട് വെട്ടി വിയർക്കുന്നുണ്ടായിരുന്നു. അടുത്ത ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ വന്ന് ചിന്നക്കട ഇറങ്ങിയിട്ടുണ്ട്. ചിന്നക്കട ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് നമുക്ക് ഈ അവിടെ ഈ ബ്രോഡ്വേ പോലെ ഒരു ഏരിയ ഉണ്ട്. ഈ പെട്ടിയൊക്കെ കാര്യങ്ങളൊക്കെ ഷൂ ഒക്കെ.
വിൽക്കുന്നൊരു സ്ഥലം. അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്ന് പോകാനായിട്ടാണ്. അവിടേക്ക് ഇനി ബസ്സിന് പോകാനുള്ളൊരു ഇതൊന്നുമില്ല. അപ്പോൾ അത് കുറച്ച് താഴോട്ട്, എനിക്ക് ഇവിടെ ഏരിയ ഒന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ ചിന്നക്കടയിൽ ആ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് താഴെ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ബ്രോഡ്വേ പോലൊരു ഏരിയ ഉണ്ട് നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേ ഇല്ല, അതുപോലെ കുറേ ഇങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പെട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിത് ഷോപ്പിലെത്തി. ഷോപ്പിൻ്റെ പേര് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ മറന്നുപോയി കേട്ടോ. നമ്മൾ പിന്നെ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ തിരിച്ച് ഇവിടെ വരുന്നുണ്ട്. അന്നേരം എടുത്തിട്ടുണ്ടായിരിക്കും തോന്നുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല ഷോപ്പിൻ്റെ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു നമ്മളൊരു ചെരുപ്പ് വാങ്ങിക്കണം. അപ്പോൾ ചെരുപ്പ് വാങ്ങിച്ചിട്ട് പെട്ടിയുടെ വിലയൊക്കെ അത്യാവശ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടി വാങ്ങാനാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മൾ അടിച്ചേൽപ്പിച്ച് വിടും, പെട്ടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അതുകൊണ്ട് ആദ്യം ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ, ഈ ഒരു പോയിൻറ്റ് ബ്ലാങ്ക് ഷൂ പോലത്തെ ഒരു ചെരുപ്പാണ് എടുത്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടിയുടെയൊക്കെ വില ചോദിച്ച് നമുക്കൊരു അഫോർഡബിൾ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടി നോക്കാൻ തീരുമാനിച്ചു. ഇതിൽ എത്ര കിലോ കയറും? 30 നോക്കാം. അമേരിക്കൻ ടൂറിസ്റ്റ് പണ്ടേ സീറോയാണ് കമ്പനി ടൈം. അതായത് 3 സീറോയിൽ ഓപ്പൺ ആണ്. ഇപ്പൊ ഇയാൾക്ക് വേണ്ട ഇത് നോക്കിയോതാ ലോക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ ലോക്ക് സെറ്റ് ചെയ്യുന്ന പറഞ്ഞേ മനസ്സിലാക്കിയ. ഇപ്പൊ ലാക്കായി 3 സീറോ ലാക്കായി. ഏതെങ്കിലും ഒന്ന് കറക്കിയാൽ മതി. ഇപ്പൊ ലാക്കായി. പിന്നെ ഈ 3 സീറോയിൽ ഓപ്പൺ ആവും. പിന്നെ നമ്മളിത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചു പിടിക്കണം. വലിച്ചു പിടിച്ചിട്ട് ഇയാൾക്ക് ഇപ്പം നമ്പർ 111 ഇട്ടാൽ മതി. ഇപ്പോൾ തൽക്കാലം ഓർക്കാനേ 1 ഇതിലിപ്പോൾ ലാക്കാവും. അപ്പോൾ ഇനി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്പർ നമുക്ക് ഏത് വേണം അത് എടുത്തിട്ട് ഇത് കൈ വിടാവും. പിന്നെ ആ നമ്പറായിരിക്കും. ഇപ്പം 3-1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോയിട്ട് ഇപ്പം ലാക്കായി 3-1 ഇത് ഇനിയിപ്പം ഇതിപ്പോൾ 8 അടക്കുന്ന 8 ലാക്കായി. പിന്നെ ഇത് നമ്മൾ ഓപ്പൺ ആവും. ഇപ്പം 3-1 ഓപ്പൺ ആയി. പെട്ടിക്ക് ലോക്ക് ഇടുന്നത് ലോക്ക് ചേഞ്ച് ചെയ്യുന്നതൊക്കെ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാഗം ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ പെട്ടി വാങ്ങിച്ചിട്ട് പെട്ടി അവിടെ തന്നെ കടയിൽ വെച്ച് നമ്മൾ അതുകൊണ്ട് നടക്കുക ഒന്നും പോസിബിൾ അല്ല. അവരോട് ചോദിച്ചപ്പോൾ അവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ RK മോൾ വന്നിട്ടുണ്ട് കേട്ടോ, കൊല്ലത്ത് RK മോളിൽ. എനിക്ക് കൊല്ലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് RK മോളാണ്. നമ്മൾ കല്യാണം റിലേറ്റഡ് ഒക്കെ ആയിട്ടാണെങ്കിലും കൊല്ലത്ത് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ കടയിലും കയറ്റിട്ടുണ്ടായിരുന്നു. പുളിമൂട്, കല്യാണം, പിന്നെ ഷീമാട്ടി, അവിടെ എല്ലാം കയറിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് RK മോളാണ്. വിലയാണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും RKയിലെ തുണിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് RKയിലേ വരത്തുള്ളൂ. അത് എനിക്ക് ഇവിടുത്തെ എടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടപ്പെടാറ്. അപ്പോൾ അത് ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആണെങ്കിൽ ഒരു ലെഗിൻസ്, എനിക്ക് ലെഗിൻസ് തപ്പി ഒട്ടും കിട്ടത്തില്ല. എപ്പോഴും എത്ര കടയിൽ പോലും കിട്ടാറില്ല. പിന്നെ ആണെങ്കിൽ തപ്പി അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള നമ്മളൊരു ഓഫ് വൈറ്റും വൈറ്റ് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ വൈറ്റും കിട്ടിയില്ല. അപ്പോൾ ഇനി ഒരു ഓഫ് വൈറ്റും ഒരു ബ്ലാക്കും എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് എടുത്തു. ആകെ ആ ഒരു 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ് അതിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്, പക്ഷേ അതെനിക്ക് സൈസ് ആവത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ 2-3 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്ത് ഈ ഒരു ബാസ്ക്കറ്റ് നിറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം എനിക്കാണെങ്കിൽ കുറച്ച് വണ്ണം കൂടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തിട്ട് ഡ്രസ്സൊന്നും എനിക്കിപ്പോൾ അങ്ങോട്ട് പരുവമാകുന്നില്ല. അതൊക്കെ ചുമന്നൊരു പരുവാത്തതൊക്കെ നമ്മൾ വെറുതെ ഇവിടുന്ന് വെയിറ്റ് കൂട്ടി ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മാറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആർക്കെങ്കിലും പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ നമ്മുടെ കൂടെ എപ്പോഴും ഒരു സ്റ്റാഫൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ചേട്ടനൊരു 3 ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴോട്ട് വന്നപ്പോൾ കിഡ്സിൻ്റെ സെക്ഷൻ അടിപൊളി. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പെൺകുട്ടികളുടെ കിച്ചു പെൺപിള്ളേരൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി താഴെ പോയി, താഴെ ആണ് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മുടെ കൂടെ ഒരു സ്റ്റാഫുള്ളതുകൊണ്ട് നമ്മളിത് കൊട്ടയം ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യവും കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ബില്ലിൻ്റെ അവിടെ വരെ നമ്മുടെ കൂടെ വന്ന് നിൽക്കും. അങ്ങനെ ഇവിടെ
നമ്മുടെ ഒരു വിഷു ആ ഒരു സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെയാണ് ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത്. ഭയങ്കര എപ്പോഴും വന്നാലും നല്ല തിരക്കാണ് കേട്ടോ ആർക്കയിൽ. നമ്മൾ ബില്ലിങ്ങിന് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ നമ്മൾ കുറച്ച് കൂപ്പണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ബെഡ്ഷീറ്റിന് ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ഒരു ബെഡ്ഷീറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കൂപ്പണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്തോ എപ്പോഴും വന്നു കഴിയുമ്പോൾ ഓരോ ഫെസ്റ്റിവൽ സീസൺ അനുബന്ധിച്ച് കുറേ കൂപ്പൺസൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഫില്ല് രണ്ട് ഒരു സംഭവം ഒരു ബാസ്ക്കറ്റ് പോലുള്ള 2-3 വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫുൾ ഫില്ലായിട്ട് കിടക്കണം കേട്ടോ. നമുക്ക് കിട്ടത്തൊന്നുമില്ല, എന്നാലും ചുമ്മാ ഇരുന്ന് 2-3 കൂപ്പൺ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കവർ നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെ തന്നു, ഒരു ബാഗിലാക്കി തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. നമ്മളിനി ഓട്ടോയിലൊക്കെ പോകുമ്പോഴും ഈ ഒരു ഒറ്റ ബാഗിനകത്തായിരുന്നുകൊണ്ട് എല്ലാം കൂടെ ഇങ്ങനെ ഹാങ് ചെയ്ത് പിടിക്കാനൊക്കെ എളുപ്പമായിരുന്നു. അവിടെ നിന്ന് തന്നെ നമ്മളൊരു ഓട്ടോ പിടിച്ച് നമുക്ക് നേരെ നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു കടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സമയം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. നമുക്ക് നേരെ ആ കടയിലേക്ക് പോയിട്ട് നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 1 വർഷം കൂടെ കഴിയുമെന്ന് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ അത് പൂർണ്ണമായിട്ട് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫുൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഫുൾ കവറൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അണ്ടർ കൺസ്ട്രക്ഷനിലാണ് വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചുറ്റിക്കറങ്ങി നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഈസി ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ കുറച്ച് ചുറ്റിക്കറങ്ങി വേണം നമ്മുടെ പെട്ടി വെച്ചിരിക്കുന്ന കടയിലെത്താൻ. ഇവിടെ വെച്ചാൽ മതിയോ? അത് ഇവിടെ സൈഡിൽ വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അങ്ങനെ നമ്മുടെ പെട്ടിയൊക്കെ കടയിൽ പോയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു കുഞ്ഞു ഓട്ടോയായിരുന്നു കേട്ടോ. ആ ഓട്ടോയിൽ തന്നെ നമ്മളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തള്ളി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഇതാണ് കേട്ടോ നമ്മുടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലായിട്ട് തന്നെ നല്ലൊരു ലേക്കും ഹൗസ് ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ ഞാൻ കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ ഒരു ഏരിയയിലൂടെ നമ്മുടെ പെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത്ര ഫ്രീ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഫുള്ള് കായലിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ സ്മെല്ല് കുറച്ച് ബാഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകണം. സമയം ഏകദേശം ഒരു 5:30 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സമയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചന്ദനത്തോപ്പിലെ ഒരു ഫ്രൂട്ട് സ്റ്റാളാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പാലും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഒരു ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പാൽ വാങ്ങിക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അമ്മ തൊട്ടപ്പുറത്തെ കടയിലാണെങ്കിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ വിഷുവിനൊക്കെ വെച്ചിരിക്കുന്ന കുഞ്ഞ് വെള്ളരിയും പോട്ടെ മത്തങ്ങ, അത് കാണാൻ നല്ല അടിപൊളിയായിട്ട് എപ്പോഴും നല്ല ക്യൂട്ടായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പോയിട്ട് വരുമ്പോൾ ഉള്ളൊരു സീനാണ് നമ്മുടെ ഇവിടുത്തെ ചന്ദനത്തോപ്പിലെ ലെവൽ ക്രോസ് അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ചില സമയമൊക്കെ ക്രോസ് അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഇത്തവണ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വന്ന് വണ്ടി ഓഫാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ കുറേ സമയം കിടക്കേണ്ടി വരും. തുറന്നു കഴിഞ്ഞാലും പിന്നെ ഈ വണ്ടി ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അതേ നമ്മൾ വന്നപ്പോൾ ഒരാൾ കുണുങ്ങി അത് ഇടിക്ക് കിടക്കുന്നു. അപ്പോൾ ഓട്ടോ ചേട്ടൻ പറഞ്ഞ് ഓട്ടോ അകത്തോട്ട് കയറ്റിയിട്ട് പെട്ടി എടുത്ത് വെച്ച് തരാം, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അവളെ കയറ്റിയിട്ടാലേ നമുക്ക് ഓട്ടോ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവൾ ഇറങ്ങി ഓടും.
പപ്പിക്ക് ഓരോ ദിവസം അവളുടെ മൂഡ് പോലാണ് കേട്ടോ. ചില ദിവസം നമ്മൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് അങ്ങ് കയറും, ചില ദിവസം എത്ര വിളിച്ചാലും കയറത്തില്ല. അങ്ങനെ നമ്മുടെ ഓട്ടോ ആ ചേട്ടൻ തന്നെ എല്ലാം എടുത്ത് അകത്തൊക്കെ വെച്ച് തന്നിട്ട് നമ്മുടെ സിറ്റൗട്ടിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തന്നെ പൊക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ച തുണി കാര്യങ്ങളെല്ലാം കൂടെ പൊക്കിക്കോട്ട് വരിക എന്നൊക്കെ ഉള്ള, പിന്നെ പെട്ടിക്ക് കുറച്ച് വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മാക്സിമം വെയിറ്റ് കുറച്ചാണ് നോക്കിയത്, കാരണം നമ്മുടെ പെട്ടിക്ക് ഒത്തിരി വെയിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നീട് ഒരു ദിവസം നമ്മൾ അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരാൾ കിടന്ന് നോക്കുന്നുണ്ടോ, അവൾ തീരെ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ കാറിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങി തിരിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന്നു വട്ടപ്പറ വെയിലത്ത് വന്ന് കിടക്കുന്നു. എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടായിരിക്കും ഈ വെയിലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ, എന്തെങ്കിലും ചെള്ള് കടിക്കുന്നതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥതയിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തട്ടപ്പറ വെയിലത്ത് തൊട്ടപ്പുറത്ത് നല്ല തണലുണ്ടായിരുന്നിട്ട് ഇങ്ങനെ വന്ന് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഓട്ടോ മാമൻ ഇന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എനിക്കാണെങ്കിൽ 2 ഡ്രസ്സാണെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വപ്ന വെഡ്ഡിങ് എന്നും പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയിട്ട്. അപ്പോൾ അവരത് അയച്ചത് DTDC ഓഫീസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ ചന്ദനത്തോപ്പിൽ ഡെലിവറി ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ഓഫീസ് തപ്പിപ്പിടിച്ച് പോവുകയാണ്. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിവിടെ വാങ്ങിച്ചിട്ട് വേണം നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കൊറിയർ മേഘ ഇന്നലെ അതായത് നമ്മുടെ കൊറിയറും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ നേരെ നമ്മൾ ചന്ദനച്ചോപ്പ് ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പൊടികളൊക്കെ, അതായത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതുള്ള സാധനങ്ങളും നമ്മുടെ കുക്കർ അതുപോലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ ചേട്ടനെ പറഞ്ഞു വിടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും നമ്മളവിടെ സാധനങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം ധന്യ സൂപ്പർ മാർക്കറ്റ് വന്നിരിക്കുകയാണ്. എന്തായാലും ഐശ്വര്യമായിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല ഇരുട്ടും നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാനൊരു ട്രോളി എടുത്ത് കുറച്ച് മുന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീൽ ഉരുളുന്നില്ല. പിന്നെ ഞാൻ അതിനെ സൈഡാക്കിയിട്ട് പുതിയ ട്രോളി എടുത്തിട്ട് നമ്മൾ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടി പോകണം. ഇന്ന് മെയിനായിട്ട് പാത്രങ്ങൾ, നമ്മുടെ ഒരു ഇഡലിക്കുട്ട വാങ്ങിക്കണം, പിന്നെ ഒരു കുക്കർ, പിന്നെ നമ്മുടെ അത്യാവശ്യമുള്ള കഴിക്കുന്ന പ്ലേറ്റില്ലേ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ ആണെങ്കിൽ ചപ്പാത്തി പരത്തുന്ന ഒരു മാറ്റ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്റ്റിക്ക് വാങ്ങിച്ചില്ല. അപ്പോൾ അത് ഒത്തിരി വലിപ്പമുള്ള സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു കുഞ്ഞ് കനം കുറഞ്ഞൊരു സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പക്ഷേ കുറച്ച് കളറൊക്കെ ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ 2-3 ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിയായി. അങ്ങനെ നമ്മൾ സ്റ്റിക്ക് വാങ്ങിച്ചു. പിന്നെ ആണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ഇങ്ങനെ കിച്ചണിലൊക്കെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. സ്ക്രബ്ബർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി പോവുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു കഴിഞ്ഞാലും അത് പെട്ടെന്ന് കണ്ണിപ്പെടുമ്പോൾ ഓർക്കും. പിന്നെ ഒരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മീൻ ചട്ടി വാങ്ങിച്ചു. പിന്നെ 1-2 തവിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ആ സമയത്ത് അമ്മ അവിടെ ഇഡലിക്കുട്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ പാത്രങ്ങളെ പറ്റി എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് അമ്മയെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചട്ടുകം, നമ്മുടെ കോരുതവി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴത്തേക്ക് അമ്മ ഇഡലിക്കുട്ട സെലക്ട് ചെയ്തു. അപ്പോൾ കുഞ്ഞത് മതി, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഡലിക്കുട്ടവും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൂണുകളും കുഞ്ഞു സ്പൂണും പിന്നെ നമ്മുടെ ചോറ് കോരുന്ന തവയിൽ ഇങ്ങനെ ഇരിക്കുന്നത് അതുമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കുക്കർ ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്, നമ്മൾ ചോറ് വെക്കുന്ന കുക്കർ. അപ്പോൾ ഒത്തിരി വലിപ്പമുള്ളത് വേണ്ട, നമുക്ക് 2 പേർക്കുള്ളത് മതി. ആദ്യം ഈ ഒരു ടൈപ്പ് വാങ്ങിച്ചത്. പക്ഷേ ഇതിലേക്കാളും കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത് ഈ ഹോക്കിൻസിൻ്റെ ഒക്കെ അകത്തൂടെ ലോക്കിടുന്ന ടൈപ്പ് കുക്കറില്ലേ, അതാണ് കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത്. കാരണം അതിങ്ങനെ ഒത്തിരി അങ്ങനെ പൊട്ടിത്തെറിക്കത്തൊന്നുമില്ലെന്നാണ് പറയുന്നത്. അറിഞ്ഞുകൂടാ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഈ ഒരു ടൈപ്പ് അങ്ങനെ അത് വാങ്ങിച്ചപ്പോൾ 1.5 ആണോ 2 ആണോ എന്ന് അറിഞ്ഞുകൂടാ. 1.5 2 ആയിട്ട് നമ്മൾ വാങ്ങിച്ചത്. 1000 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു കുക്കറിന്. അപ്പോൾ ഒത്തിരി വലുത് വേണ്ട. ഒത്തിരി വലുത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റും കൂടും. മാത്രമല്ല നമുക്ക് അത്രയും ആവശ്യമില്ല, ഒരു ചെറിയ ഇത് മതി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുക്കറെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഫൈനലി നമ്മളിനി ബില്ല് അടിച്ചാൽ മതി. അപ്പോഴത്തേക്കാണ് ഞാൻ കുറച്ച് ക്ലീനിങ്ങിൻ്റെ 1-2 നമ്മുടെ വാഷ് ബേസിൻ കഴിയുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ റാപ്പ് ചെയ്യത്തില്ലേ, നമ്മുടെ ഒരു ബോക്സ് ഉണ്ട്, എനിക്ക് പെട്ടിയും ഒരു ബോക്സും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ബോക്സ് ഇങ്ങനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേപ്പ്. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ ഡൗട്ട് ചോദിക്കായിരുന്നു, ഇത് തന്നെ ആണോ എന്ന്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ആരും ഗൾഫിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മളൊരു പുതിയൊരു ഓട്ടോ വെളിച്ചിനി നമുക്ക് 1-2 കടയിലും കൂടെ കയറാൻ അങ്ങോട്ട് 1-2 കപ്പ
കപ്പ, മാങ്ങ അതുപോലുള്ള സാധനങ്ങൾ. മാങ്ങ ഇവിടെ ആണെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പയും മാങ്ങയൊക്കെ ഉണക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉണക്കുമ്പോൾ രണ്ടും ഉണ്ട് പ്രയോജനം. കാരണം കൂടുതൽ കാലം ഇത് യൂസ് ചെയ്യാനും പറ്റും, മാത്രമല്ല വെയിറ്റ് നമുക്ക് കുറച്ച് കുറയ്ക്കാനും പറ്റും. ഇതുപോലെ 5 കിലോ മാങ്ങയൊക്കെ 5 കിലോ ആയിട്ട് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും സ്ഥലം നമുക്ക് വേസ്റ്റ് ആയി പോകത്തില്ല. അപ്പോൾ ഉണക്കി കഴിയുമ്പോൾ ഈ 5 കിലോ മാങ്ങ ഉണക്കി കഴിഞ്ഞാൽ 1 കിലോ ഒക്കെ കാണത്തുള്ളൂ. അതുപോലെ തന്നെ കപ്പയാണെങ്കിലും ഉണക്കി കഴിയുമ്പോൾ ഒരു 4 കിലോ കപ്പയാണ് കേട്ടോ വാങ്ങിച്ചത്. 4 കിലോ കപ്പയും 5 കിലോ മാങ്ങയായിരുന്നു വാങ്ങിച്ചത്. അടമാങ്ങ എന്ന് പറയും നമ്മുടെ അവിടേക്ക്. ഇവിടെ ഒന്നും അത്ര ഉണക്കുന്നൊന്നും ഇല്ല. അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്ത് അത് ഉണക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ തന്നെ നമുക്കിനി ഏകദേശം ഒരു 1.5 ആഴ്ച കൂടെ ഉള്ളു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ അതിനെ ചെത്തി സൈസാക്കി തരാമെന്ന് പറഞ്ഞു നമ്മുടെ ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് ചെത്തുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ വെയിറ്റ് നോക്കുകയാണ്. കാരണം വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 40 കിലോയുടെ ടിക്കറ്റാണ്, എക്സ്ട്രാ 10 കിലോയുടെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഉള്ളിലോട്ട്, അബുദാബി ആണെങ്കിലും കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ഉണ്ട്, നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം. അപ്പോൾ വെയിറ്റ് നോക്കിയാൽ നമുക്കിനി പൊടികളൊക്കെയാണ് വാങ്ങാനുള്ളത്. അപ്പോൾ ഇത് വെയിറ്റ് നോക്കി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയാലേ നമുക്കിനി അത് എത്ര വേണമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇഡലിക്കുട്ടകം തന്നെ 1 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്റ്റീൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വെയിറ്റ് ആവത്തില്ലായിരുന്നു കേട്ടോ. നമ്മളെ മാങ്ങ കുറച്ച് പഴുത്തായിരുന്നു, പക്ഷേ ആ ഒരു പരിവാണ് കേട്ടോ എനിക്കായാലും ചേട്ടനായാലും ഇഷ്ടം, ഒരു ചെറിയ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതേ നമ്മുടെ കുക്കറും കാര്യങ്ങളും ഒക്കെ വെയിറ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം കുക്കറിന് ഇഡലിക്കുട്ടകം ഒക്കെയാണ് കൂടുതൽ വെയിറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കുക്കറിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ കുക്കറും 1, 2 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ തന്നെ 2 കിലോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ നോട്ട് ചെയ്ത് പേപ്പറിലൊക്കെ എഴുതി വെക്കുകയാണ്. ലാസ്റ്റ് ഒരു അടിപൊളി കോമഡി ഉണ്ട്, ഇപ്പോഴല്ല, പോകുന്നതിൻ്റെ ഒരു തലേ ദിവസമായിട്ട് അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പം അമ്മയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ അധികം ഇങ്ങനെ അടമാങ്ങ ഉണ്ടാക്കുന്നൊരു ഏർപ്പാടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കിത് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ, ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊക്കെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് അമ്മ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്, നമുക്ക് ഇവിടെ നാടൻ മഞ്ഞപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല കളറാണ് കേട്ടോ. അതുകൊണ്ട് ആണ് ഇത്രയും അങ്ങ് പഴുത്തായിട്ട് തോന്നുന്നത്. ഒരു ഇളപ്പം പഴുപ്പം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മാങ്ങയ്ക്ക്. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ടാണ് ഉണക്കാൻ വേണ്ടി പോകുന്നത്. അതെ അവൾ മുറ്റത്തോടൊക്കെ ഇങ്ങനെ ഇല്ലാത്തിക്കൊണ്ടൊക്കെ നടക്കുന്നത്. കുഞ്ഞ് തവള വരും കേട്ടോ അവിടെയൊക്കെ, അതിനെയൊക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം ഒരു 3 മണിയായിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് ഉണക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനി അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെള്ളമൊക്കെ ഊറി കുറച്ച് അഴുകാനൊക്കെ തുടങ്ങി, ഇത് പഴുത്തായതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് ഇന്ന് തന്നെ കുറച്ച് വെള്ളമെങ്കിലും വലിഞ്ഞ് കിട്ടുമല്ലോ. ഇതെന്തായാലും ഒരു 3-4 ദിവസം നല്ല വെയിലത്തിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടത്തുള്ളൂ. ചെറിയ രീതിയിലെങ്കിലും വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പൂപ്പൽ പിടിച്ച് നശിച്ചു പോവും. നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഇത് 1 വർഷം വേണമെങ്കിൽ ഇരുന്നോളൂ. നമ്മുടെ മാങ്ങ സീസണിലൊക്കെ ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങയൊക്കെ കിട്ടാത്ത സീസൺ വരുമല്ലോ ആ സമയത്ത്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാങ്ങയ്ക്ക് വിലക്കുറവാണ്, എവിടെ നോക്കിയാലും മാങ്ങ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിലക്കുറവ് കിട്ടും. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ വാങ്ങിച്ച് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ എവിടെയും പോകാനായിട്ടല്ല, നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങയ്ക്ക് നല്ല വില കൂടി നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഞങ്ങളൊരു പത്രപ്പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു പത്രപ്പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ 2ാമത്തെ ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്, അപ്പോൾ പത്രത്തിലെ ആ ഒരു ഈ ഫ്ലേവറൊക്കെ ഇതിലോട്ട് പിടിക്കുമെന്ന്. അങ്ങനെ പിന്നെ 2ാമത്തെ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതങ്ങ് മാറ്റി പായലേക്ക് തന്നെ ആക്കി. അങ്ങനെ നല്ല വെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം നിരത്തി ഇടുകയാണ്. നേരത്തെ ഇട്ടിട്ട് നമ്മൾ 2 സൈഡിൽ ഇങ്ങനെ വെയിറ്റ് വെച്ചിട്ട് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡിന്നർ സെറ്റ് ആയിരുന്നു. 2 സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറന്ന് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തുനിന്ന് വാരി അടിക്കേണ്ടി വരും. താഴെ വീണ് കഴിഞ്ഞാൽ അവൾ അതെല്ലാം പിടിച്ച് എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറന്ന് വായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ബോക്സിലാക്കിയാണ് അവർ തന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഒരു ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ വെയിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറേ, ഇത് ഇങ്ങനെ ക്ലീനിങ്ങും പിന്നെ കുറച്ച് സ്ക്വാഷും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, നമ്മുടെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ അത് ഈ ടേപ്പ് വെച്ചിട്ട് കുറച്ച് റാപ്പ് ചെയ്തൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ കപ്പ എടുത്തത്. അന്ന് പിന്നെ 3 മണിയൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ മതി. ഇനി അതിനകത്തോട്ട് കപ്പ അങ്ങ് നട്ടോ.
അന്ന് ഞാൻ പറഞ്ഞല്ലോ സമയം 3 മണി ആയിട്ടുണ്ടായിരുന്നു തലേ ദിവസമേ. അതുകൊണ്ടാണ് നമ്മൾ അന്ന് കപ്പ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ. കാരണം ഇതൊക്കെ വെള്ളത്തോട് കൂടി നമ്മൾ എവിടെയെങ്കിലും ചുറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൂപ്പല പിടിക്കാൻ തുടങ്ങും പെട്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മാങ്ങ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കപ്പയെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ, നമുക്ക് കുറച്ച് സ്പേസ് ഉള്ളൂ കേട്ടോ, ഓപ്പൺ ആയിട്ടുള്ള ടെറസ്. അവിടെ നമ്മൾ രണ്ടും കൂടെ ഉണക്കാനിട്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പലതവണയായിട്ട് വന്നിട്ടുണ്ട്. അതിനെയും സെറ്റാക്കി. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉണങ്ങി ഈ പരുവായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉണങ്ങി വെച്ചിട്ട് ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ആടാണ് കേട്ടോ. ആടമ്മയും ആട്ടുകുഞ്ഞുങ്ങളും നല്ല രസമാണ്. നല്ല കുസൃതിയാകട്ടെ ഈ ആട്ടുകുഞ്ഞുങ്ങൾ. ചില നേരമൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നല്ല കോമഡി അവരോരോന്നൊക്കെ കാണിക്കുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ ഈ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 ദിവസം കൂടെ ഒക്കെ ഉണങ്ങി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ കൊണ്ടുപോകാനുള്ള പരുവാകും. കപ്പ അതുപോലെ തന്നെ നല്ല കറുമുറ് നമ്മളിങ്ങനെ ഒടിച്ചെടുത്താൽ ഒടിയുന്നൊരു സൈസിലാവണം. അപ്പോൾ നമ്മുടെ ചേട്ടനാണെങ്കിൽ അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്നൊരു ബോക്സ് നമ്മളിവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡംപ് സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ടെറസിലാണ് കേട്ടോ നമ്മൾ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുണ്ടായി. അപ്പോൾ അതിനെ നമ്മളൊന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സാണ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളത് നോക്കിയെടുത്ത കൂട്ടത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ, അതായത് വെഡ്ഡിങ് ആൽബം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മേനെ കാണിക്കുകയായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന കുറേ ആൾക്കാരൊന്നും ഇന്നില്ല. അതായത് ചേട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടൻ, അതുപോലെ തന്നെ അമ്മയുടെ അമ്മ, അതുപോലുള്ള ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ അവരൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ കാണിക്കും. അതുപോലെ ഇപ്പോൾ ഉള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ അന്ന് കുഞ്ഞു പിള്ളേരായിരുന്നു. അപ്പോൾ ആൽബത്തിനകത്ത് അവരെല്ലാം ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ കല്യാണ ആൽബമാണിത്. 31 വർഷം പഴക്കമുള്ള കല്യാണ ആൽബം. ഇങ്ങനെ കളിക്കുന്ന വീഡിയോ ഗെയിമിന്റെ ഒക്കെ കാസറ്റുകളാണ്. വീഡിയോ ഗെയിം അലമാര ഇരിപ്പുണ്ട്. ഈ അലമാര എത്ര കാസറ്റുകളാണ് മേടിച്ച് കളിക്കാനായിട്ട് കഷ്ടം. അന്ന് ഇതൊരു ഇതായിരുന്നു പാവം. ഒരെണ്ണമെന്ന് മോള് നോക്കുന്നു. ഇപ്പം പോലെ അടുക്കി എല്ലാം അത് കളിക്കുന്നതാണ്. ഒത്തിരി ഉണ്ട്. എല്ലാം പാവം സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ്റെ പഴയ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് കേട്ടോ, സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നാമത് 2 പേർക്ക് അതൊക്കെ ഒരു ഇതായിരുന്നു. സാധനം അതിനകത്തിരിപ്പുണ്ട് വീഡിയോ ഗെയിം. ഒന്നാമത് ദിവസം എൻ്റെ അടുത്ത് പറയുന്നത് അവിടെ കുഞ്ഞിലത്തെ അത് ഓർമ്മയ്ക്കാണെന്ന്. ഞാൻ അതേടാണ് ഈ വീഡിയോ ഗെയിം അതിൻ്റെ കാസറ്റും കാര്യങ്ങളൊക്കെ കണ്ടത്. ഞാനും ആ ഒരു ഏജിലാണ് വളർന്നു വന്നതെങ്കിലും നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കേട്ടിട്ടുമില്ല അങ്ങനെയുള്ള വീഡിയോ ഗെയിമിനെ പറ്റിയും കാര്യങ്ങളെ പറ്റി. അങ്ങനെ ഒത്തിരി അങ്ങനെ പെൺപിള്ളേരായോണ്ടാണെന്ന് അറിയത്തില്ല, അങ്ങനെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒന്നും ഒത്തിരി അങ്ങനെ വാങ്ങി തരാറൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ സാധനങ്ങളൊക്കെ ഉണങ്ങി സെറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെട്ടിയും ഞാനതിനെ ക്ലീൻ ചെയ്ത് എടുത്ത് ഒന്ന് തുടച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചു. കാരണം കുറേ നാളായിട്ട് ഒരു 5-6 മാസമല്ല, ഏകദേശം 1 വർഷത്തിന് മേലെ ആ പെട്ടി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അത് പെട്ടി തപ്പി പോയപ്പോൾ നമ്മൾ കാണാതെ പോയ കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓക്കെയാണ്. അപ്പോൾ നേരത്തെ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇന്ന് പൊടികൾ, നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ പോകാനായിട്ട് ഇനി ഒരു 1 വീക്കേ ഉള്ളൂ കഷ്ടിച്ച്. അപ്പോൾ നമ്മൾ പോകുന്നതിനനുബന്ധിച്ചുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡ്രസ്സ് അന്ന് ഞാൻ ആർക്കേന്ന് എടുത്ത ഡ്രസ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരെണ്ണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഇതിടാമെന്ന് വിചാരിച്ചു. എന്തായാലും പോകുന്നതിന് മുമ്പ് എല്ലാം തുണിയെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോയപ്പോൾ ഇത് ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അമ്മ ഒരു പരുവായി. കുറേ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുറത്ത് കറക്കുവാണ്. നല്ല വെയിലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അവിടെ ഇരിക്കും, ചോറുണ്ണാതെ അവിടെ ഇരിക്കുക കേട്ടോ. അവൾക്കാണെങ്കിൽ ചോറൊക്കെ കൊടുത്തിട്ട് ചോറ് അവിടെ വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് അവിടെ മാറി ഇരിക്കുകയാണ് കേട്ടോ. ടോണിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂട കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട്. കുറച്ച് രോമമൊക്കെ വരാനും ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മെഡിസിൻ ആയിരുന്നു. സിറപ്പ് കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളികയൊക്കെ കഴിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ നമ്മുടെ ചോറിനകത്തും ചിലപ്പോൾ ഇച്ചിരി ഐസ്ക്രീം ഒന്നും ഇതിന് കൊടുത്തുവിടാന്ന് പറയുന്നത്. എന്നാലും അവർക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്തൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. സിറപ്പ് ഭയങ്കര അതിനെന്തോ മധുരമൊക്കെ ആയിരിക്കും, നമുക്ക് അറിയത്തില്ലല്ലോ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ലോ, മധുരമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അതങ്ങ് കുടിച്ചോളും. അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും ധന്യയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് പൊടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പൊടികളും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അമ്മ ഇങ്ങനെ പൊടിക്കുന്ന സ്ഥലത്തു നിന്ന് മല്ലിപ്പൊടിയും മുളക് പൊടിയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോവാണ്.
കാരണം അവിടെ സാധനങ്ങൾക്ക് വില കൂടുതലുമാണ്. മാത്രമല്ല നമുക്ക് കുറച്ച് കടകളൊക്കെ കുറച്ച് കുറവുള്ളൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. ചേട്ടൻ ഒത്തിരി ലീവ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് നമുക്ക് കുറച്ച് പർച്ചേസ് നടത്താനും കുറച്ച് പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ധന്യയിലേക്ക് വന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ വരുമ്പോൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാനാണെന്നും പറഞ്ഞ് നമ്മൾ കുറേ ദിവസമായിട്ട് പർച്ചേസ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ അത്ഭുതമായിട്ട് കാണുമ്പോൾ ഒരു കയ്യോ ഞങ്ങൾ വിചാരിച്ച് പോയെന്നൊക്കെ വിചാരിക്കുന്ന ആ ചേച്ചി പറയായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ഇതൊരു ഓർമ്മ. മോള് ലിക്വിഡ് ഐറ്റം എല്ലാം കൊണ്ടുപോകണം. ഓ ഇങ്ങനത്തെ പാത്രം തേക്കുന്നതിന് ഇല്ല, അതൊക്കെ അങ്ങനെ ഫൈനലി അബുദാബിയിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി ഒരു സാധനവും വാങ്ങിക്കാനില്ല കേട്ടോ. ഉപ്പ് പോലെ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. വെയിറ്റൊക്കെ ഓൾമോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമുക്കിനി തൂക്കി നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇനി പോകാൻ വേണ്ടിയിട്ട് 2 days മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടല്ലേ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് തൽക്കാലത്തെ ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.